ഈ രാജ്യം വളരെ പരിശുദ്ധമാണ്. ഈ രാജ്യത്തിന്റെ നിയമങ്ങളും ഭരണഘടനയും ഒക്കെ നല്ല വിശുദ്ധമാണ്, വളരെ പ്രധാനമാണ്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിന് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങളിലൊന്നായ ഇന്ത്യ ലോകത്തെങ്ങുമില്ലാത്ത രീതിയിൽ വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കായ ജാതിയും മതവും ദേശവും ഭാഷയും സംസ്കാരങ്ങളും ഒരു ഭരണഘടനയുടെ, ഒരു ജുഡീഷ്യറിയുടെ, ഒരു ഭരണാധികാര സംവിധാനത്തിന്റെ കീഴിൽ ഇത്രമാത്രം 7 പതിറ്റാണ്ടിലേറെക്കാലം ഒരുമയോടെ ശക്തമായി നിലനിന്നു എന്ന് ലോകം ഇന്നും അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന വീഴ്ചകളുണ്ട്. ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന വീഴ്ചകളെ പ്രതിരോധിക്കാനുള്ള പൗരബോധവും അതിനുള്ള ജനാധിപത്യ ആയുധവും ഈ രാജ്യത്തെ പൗരന്മാരുടെ കയ്യിലുണ്ട് എന്നതാണ്. ജനാധിപത്യത്തിനുണ്ടാകുന്ന പുഴുക്കുത്തുകളെ ജനാധിപത്യപരമായി തന്നെ തിരുത്താനുള്ള സൗകര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ ജനാധിപത്യത്തിന്റെ പുഴുക്കുത്തുകളെ തിരുത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ രാജ്യത്തെ ജനാധിപത്യ സമരങ്ങളും പൗരന്മാരുടെ പൗരബോധം കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നത്. ഈ രാജ്യത്തെ ജനങ്ങളെ ഉണ്ണുകയും മുട്ടുകയും ചെയ്യുന്ന, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി വയലേലകളിൽ, പറമ്പുകളിൽ, പാടത്ത് പകലന്തിയോളം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പച്ചപ്പാവങ്ങളായ കർഷകർ, അവരധ്വാനിക്കുന്നതിന്റെ വേതനം മാന്യമായി ലഭ്യമാകാതെ അതിജീവനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യം തെറ്റിലേക്ക് പോകുമ്പോൾ അത് തിരുത്താൻ നമ്മുടെ മുമ്പിൽ വഴികളുണ്ട്. ആ വഴികളിൽ ഒന്ന് ജനാധിപത്യ സമരങ്ങളാണ്. രണ്ടാമത്തതൊന്ന് നമ്മുടെ പൗരബോധം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ്. കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. കേരളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വളരെ മാതൃകയുള്ള ഒരു സംസ്ഥാനമാണ്. ഉത്തരേന്ത്യയിൽ രാജ്യവിരുദ്ധ, മതേതര വിരുദ്ധ ശക്തികൾ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്നതിന്റെ അവസാനത്തെ അനുഭവം ബീഹാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളെ ജനാധിപത്യപരമായി ചെറുത്തുനോൽപ്പിക്കാൻ പവറുള്ള, ശക്തിയുള്ള ഈ രാജ്യത്തെ മതേതര കക്ഷികളുടെ ശൈഥില്യങ്ങളും കുടുംബ വഴക്കുകളുമൊക്കെയാണ് ബീഹാറിൽ അവസാനമായി നടന്ന തെരഞ്ഞെടുപ്പിലും ഇസ്ലാമിക വിരുദ്ധ, രാജ്യവിരുദ്ധ, മതേതരത്വ വിരുദ്ധ ശക്തികൾ അധികാരത്തിലേറാൻ കാരണമായത് എങ്കിലേ ഇന്ത്യയുടെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഫാഷിസം അതിന്റെ ദ്രംഷ്ടങ്ങൾ പുറത്തെടുത്താലും അതിന്റെ അധികാരങ്ങൾ കീഴടക്കിയാലും കേരളം നമുക്കൊരു പ്രതീക്ഷയാണ്. പൗരത്വ ബില്ല് വന്നപ്പോ ആ പൗരത്വ ബില്ല് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് ഉറക്കെ പറയാനുള്ള തന്റെ ഇടം ഈ രാജ്യത്തെ ഭരണാധികാരിക്ക് കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് കേരളത്തിന്റെ ഒരു മാതൃകയാണ്. എന്തുകൊണ്ട്? ഈ കേരളത്തിലെ മതേതര കക്ഷികൾ ശിഥിലീകരിക്കപ്പെട്ടിട്ടില്ല. ഇടതു വലത് മുന്നണികൾ എന്ന പേരിൽ 2 മുന്നണികൾ നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ട് ഓരോ മുന്നണികളിലും ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അണിചേർന്നതുകൊണ്ട് കേരളത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മതേതര വോട്ടുകൾ ഭിന്നിക്കാത്തത് കൊണ്ട് ആ ഭിന്നിച്ചു പോകുന്ന മതേതര വോട്ടുകൾക്കിടയിലൂടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഘപരിവാര മതേതര വിരുദ്ധ ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കടന്നു വരാൻ കഴിയുന്നില്ല. ഇത് കേരളത്തിന്റെ ഒരു സൗഭാഗ്യമാണ്. ഈ സംസ്ഥാനത്തെ മുന്നണികൾക്ക് എന്തൊക്കെ പോരായ്മകൾ നമ്മൾ പറഞ്ഞാലും സഹോദരന്മാരെ, ഈ രാജ്യത്ത്, കേരള സംസ്ഥാനത്ത് ഫാഷിസത്തിന് വളക്കൂറുള്ള മണ്ണ് രൂപപ്പെടാതെ പോകുന്നത് മതേതര കക്ഷികൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഐക്യത്തോടെ നിലനിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടെയാവണം ഈ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുമ്പോ ഏതിന് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഏതിന് വോട്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുക എന്നത്. കാരണം മതേതര വോട്ടുകളെയും മതേതര മുന്നണികളെയും ഒക്കെ ശിഥിലമാക്കുന്ന രീതിയിൽ ഈർക്കിളി പാർട്ടികൾ മുസ്ലിം സമുദായത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിം സമുദായത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വാർഡിൽ BJP-കാരൻ തോറ്റത് ചില്ലറ വോട്ടുകൾക്കാണ്. ഇടത് വലത് മുന്നണികൾക്കിടയിൽ ചില്ലറ വോട്ടിന് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി ഇപ്പോഴും മത്സരിക്കുകയാണ്. പക്ഷേ ഇപ്പൊ ഇടത് വലത് മുന്നണികൾക്കു പുറമെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി കൂടി മത്സരിക്കുന്നുണ്ട്.
ഉറപ്പായും ഈ ഭിന്നതയിലൂടെ ഈ വാർഡിൽ ഒരു മതേതര വിരുദ്ധൻ ഭരണത്തിൽ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്ന ആശങ്ക ഒരു വാർഡിലല്ല, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രൂപപ്പെടുകയാണ്. ഉത്തരേന്ത്യ പോലെ ഇവിടെ BJP ഒറ്റയടിക്കത് മുതലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത്തരം ഈർക്കിളി പാർട്ടികൾക്ക് നമ്മൾ നൽകുന്ന ഓരോ വോട്ടും ഈ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നമ്മൾ നൽകുന്ന പ്രോത്സാഹനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ മതവിരുദ്ധ, മതേതര വിരുദ്ധ, രാജ്യവിരുദ്ധ പ്രത്യയശാസ്ത്രം അബുല്ലാല മൗദൂദിയുടെ ഫാൻസ് അസോസിയേഷൻ മാത്രമായി ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന അബുല്ലാല മൗദൂദിയുടെ രാഷ്ട്രീയ അധികാര താല്പര്യങ്ങളുടെ പേരിൽ മാത്രം, ഇസ്ലാമിന്റെ പേരിൽ രൂപപ്പെട്ടു വന്ന ആ പ്രത്യയശാസ്ത്രം നാളിതുവരെയായി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ വിഘടനപരമായ, വളരെ മതേതരത്വ വിരുദ്ധമായ ആശയങ്ങളാണ്. ഓരോ പൗരനും കേരളത്തിൽ വോട്ടിന് വേണ്ടി അവർ കടന്നു ചെല്ലുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് ഈ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങളിലെ അമുസ്ലിമീങ്ങളായ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം അമുസ്ലിം നേതാക്കളെ രാഷ്ട്രീയ രംഗത്ത് നേതാവായി സ്വീകരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പ്രസംഗിച്ച് മതത്തിന്റെ പേരിൽ പ്രവർത്തിച്ച പ്രത്യയശാസ്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമി. ഏതാ നമ്മുടെ രാജ്യം? പള്ളി കമ്മിറ്റി സെക്രട്ടറി വാർഡിൽ മത്സരിക്കുമ്പോ സെക്രട്ടറിയെ മെമ്പറാക്കണമെന്ന് പറഞ്ഞ് നമ്മളോട് വോട്ട് ചോദിക്കാൻ വരുന്നത് അമ്പല കമ്മിറ്റിന്റെ പ്രസിഡന്റാണ്. ഇങ്ങനെയുള്ള സൗഹാർദ്ദപരമായ നമ്മുടെ കേരളത്തിലാണ് അമുസ്ലിമീങ്ങളെ രാഷ്ട്രീയ രംഗത്ത് പോലും നേതാവായി സ്വീകരിച്ചുകൂടാ എന്ന മതവിരുദ്ധമായ വൃത്തികേട് വർഗീയമായി വിളിച്ചു പറഞ്ഞത്. നോക്കൂ, നിങ്ങള് ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ, മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല, നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിനും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെ വർഗീയമായ ആശയങ്ങൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് വിളിച്ചു പറഞ്ഞ കക്ഷികൾ ഇപ്പോഴും അപ്പോഴും എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ദൈവിക ഭരണം വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം ആകണമെങ്കിൽ ആദ്യം എന്ത് വേണം? മുസ്ലിം ഭരണം വേണം. മുസ്ലിം ഭരണമില്ലാതെ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് കാര്യമല്ല. കാരണം തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ ആദ്യം വേണ്ടത് മുസ്ലിം ഭരണാധികാരിയാണ്. ദൈവത്തിന്റെ രാജ്യത്ത് ദൈവത്തിന്റെ ഭരണം വേണം. ഇതാണ് അവർ പറഞ്ഞത്. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ദീൻ. വലിയൊരു സമ്മേളനത്തിന്റെ ശേഷം എന്ന് ഞാൻ ഓർക്കുന്നു, പ്രബോധനത്തിന്റെ വിശേഷാൽ പ്രതിപ്പിന്റെ തലക്കെട്ടാണ് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ദീൻ. പറയേണ്ടതാണ് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ദീൻ. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചു നടന്ന കക്ഷികൾ, അമുസ്ലിം നേതാക്കളെ സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ കക്ഷികൾ, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തുണ്ടാക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കളമൊരുക്കുന്നതിന് വേണ്ടി നടത്തിയ കുറെ പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളിൽ വീണ്ടും അവർ ആവർത്തിച്ചു പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയവും ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോഴും അതിന്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾ ആയിരക്കണക്കിന് ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത്, മതേതര രാജ്യത്ത്, മുസ്ലിം വിരുദ്ധരായ വർഗീയവാദികൾക്ക് ആയുധം കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം
മുഖ്യധാരാ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഏടാകൂടം മാത്രമാണ് ഈ വെൽഫെയർ പാർട്ടി. അന്നൊക്കെ അവർ പ്രസംഗിച്ചത് എന്താണ്? പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയാലും ഞങ്ങൾ ആശയം ഇത് തന്നെയാണ്, ദൈവത്തിന്റെ ഭരണം. പിന്നെയോ അവർ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച ആളുകൾ ഇവിടെ വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാണെന്ന് പറഞ്ഞു. ഇന്നും ഷിർക്കാണ്, ഇന്നലെയും ഷിർക്കാണ്, നാളെയും ഷിർക്കാണ്. എന്താ ഷിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത്. നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രം. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ട, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്. അങ്ങനെ ഷിർക്കാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് വിഘടനപരമായി പ്രവർത്തിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും അതുപോലെ തന്നെ വോട്ടിൽ നിന്നും ജനാധിപത്യത്തിൽ നിന്നുമൊക്കെ മുസ്ലിമീങ്ങളെ മാറ്റാൻ ശ്രമിച്ച ആളുകൾ അവരാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണ്. ഈ രാജ്യത്ത് വർഗീയവാദികൾക്ക് ആയുധം കൊടുക്കുന്നതാണ്, മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ളതാണ് എന്ന പൗരബോധം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതുപോലെ ചില കക്ഷികൾ ആരാണ്? മുസ്ലിം സമുദായത്തിൽ ഒരുപാട് മതസംഘടനകളുണ്ട്. ആ മതസംഘടനകളൊക്കെ മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുകയാണ് എന്നു പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്താൻ വന്ന ചില ഈർക്കിൽ പാർട്ടികള് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇപ്പോൾ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. നേരത്തെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇല്ലാത്ത ഭിന്നതകൾ അനുദിനം വർദ്ധിക്കുകയും രാജ്യത്ത് മുസ്ലിം വിരുദ്ധ ശക്തികൾക്ക് അധികാരത്തിലേറാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന ഓരോ ഘട്ടത്തിലും രാജ്യത്തെ ഓരോ പൗരനും മതജാതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാഗ്രതയോടെ വിലയിരുത്തി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്.